ഹലോ, ഒരു അടിപൊളി വീട് കാണിച്ചു തരാം. ഇത് നമ്മുടെ സ്വന്തം ആൾക്കാരുടെ വീട് തന്നെയാണ്. അപ്പോൾ അതാ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴേ ഒരു അടിപൊളി വലിയ നെറ്റിപ്പട്ടാണ് കാണുന്നത്. ഇത് വീട്ടുകാർ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതാ ലിവിങ് റൂമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരു സോഫ ഉണ്ട്, പിന്നെ TV പോയിൻ്റ് ഉണ്ട്. അതൊക്കെ റെഡി ആക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ, ഈ നെറ്റിപ്പട്ടം. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഡൈനിങ് ടേബിൾ ഉണ്ട്, പിന്നെ അതൊരു പൂമരം ഉണ്ട്. പൂമരത്തിൽ കുറേ ഫോട്ടോകൾ തൂക്കിയിട്ടിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് അത് കാണാൻ. നല്ലൊരു 3D പെയിൻറ്റിങ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇത്. പിന്നെ അതാ നല്ലൊരു ടേബിളും ചെയറുകളൊക്കെ ഉണ്ട്. തൊട്ടടുത്ത റൂം കണ്ടില്ലേ, ആ റൂമുണ്ട്. പിന്നെ നമ്മുടെ ഡൈനിങ് ഏരിയേൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് സ്റ്റെയർ കേസ് ഉള്ളത്. അവിടെ വലിയൊരു ബുധനെ കണ്ടില്ലേ, ഇതാണ് ഈ വീടിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ആകർഷണം കേട്ടോ. അപ്പോൾ നമുക്ക് അതേ റൂം ഒന്ന് കണ്ടു നോക്കാം. ഇതാ റൂം തുറക്കുമ്പോൾ തന്നെ ഒരു സൈഡിലായിട്ട് ബാത്റൂം ഉണ്ട്. പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയാലാണ് നമ്മുടെ ബെഡ് കിടക്കുന്നത്. നല്ല അടിപൊളി ബെഡാണ്, നല്ല അടിപൊളി റൂമുമാണ് കേട്ടോ. പിന്നെ ഈ റൂമിലുണ്ട് വീട്ടുകാരുണ്ടാക്കിയൊരു സാധനം, നല്ല ഭംഗിയുള്ളൊരു നല്ല കണ്ടു നോക്കും, കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഈ സാധനം. ഇനി ഈ റൂമിലെ ബാത്റൂം കൂടി കണ്ടിട്ട് വേഗം നമുക്ക് പുറത്തിറങ്ങാം. ഇതാണ് ഈ റൂമിലെ ബാത്റൂം. നമ്മൾ അടുത്ത റൂമിൽ കയറിയിട്ടുണ്ട്. ഇത് ഈ വീട്ടിലെ മോൻ്റെ റൂമാണ് കേട്ടോ. നേരത്തെ കണ്ട റൂമിലെ പോലെ തന്നെ സെയിം കബോർഡാണ് ഈ റൂമിലുള്ളത്. പക്ഷേ ഈ റൂമിലൊരു സാധനമുണ്ട്, ഈ സ്പൈഡർമാൻ. ഈ റൂമിൻ്റെ അട്രാക്ഷൻ ഈ സ്പൈഡർമാനാണ്. അപ്പോൾ അതൊക്കെ കണ്ട് പുറത്തിറങ്ങി. തൊട്ട് പുറത്ത് തന്നെയാണ് വാഷിംഗ് ഏരിയ. വാഷിംഗ് ഏരിയയുടെ അടുത്ത് തന്നെയാണ് കോമൺ ബാത്റൂം. ഇതാണ് കോമൺ ബാത്റൂം. ഇനി നമുക്ക് നേരെ കിച്ചണിൽ പോവാം. കിച്ചൺ ഒരു വിശാലമായ കിച്ചണാണ്. നല്ലൊരു വാതിലും കൊടുത്തിട്ടുണ്ട്. ഡോറ് നല്ല ഭംഗിയുണ്ട് കാണാൻ. കിച്ചണൊക്കെ സെറ്റായി വരുന്നതേ ഉള്ളൂ, അതാണ് ഇങ്ങനെ കിടക്കുന്നത്. കബോർഡൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുള്ള കബോർഡ്. നമ്മുടെ റൂമിലെ കബോർഡിൻ്റെ ഒരേ സെയിം സാധനം തന്നെയാണ്. ഒരു ഫ്രിഡ്ജ് ഇട്ടിട്ടുണ്ട് കിച്ചണിൽ. അത്രേ ഉള്ളൂ. സാധനമൊക്കെ റെഡി ആക്കി വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ നമ്മൾ നേരെ കിച്ചണിൽ നിന്ന് ഇറങ്ങി ഒരു വരാന്തയിലൊക്കെ ഒന്ന് വെറുതെ പോയി. അവിടെയൊക്കെ അത്ര അലങ്കോലമായി കിടക്കുകയാണ്. അങ്ങനെ അതൊക്കെ നോക്കി പിന്നെ നമ്മൾ നേരെ മുകളിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇത് നല്ല വ്യൂ ആട്ടോ. ഇവിടെ നിന്നാൽ എല്ലാം കാണാം. അത് നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ഏകദേശം താഴത്തെ ഒരുവിധം ഏരിയ ഒക്കെ കവറാകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മുകളിൽ ഒരു ബാൽക്കണി ഉണ്ട്, ഒരു റൂമുണ്ട്, പിന്നെ ഹാളും ഉണ്ട്. അതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റൂമിൽ കയറി നോക്കാം. ഇത് നല്ല വ്യൂ ആട്ടോ. ഇവിടെ നല്ല ഓപ്പൺ സ്പേസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നല്ല വ്യൂ ആണ്. അപ്പോൾ റൂമിൽ കയറി വെക്കാം. റൂമിൽ കയറുമ്പോൾ തന്നെ ഒരു സൈഡിലായിട്ട് ബാത്റൂം ഉണ്ട്. ബാത്റൂമിൻ്റെ മുന്നിൽ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. പിന്നെ റൂമുണ്ട്. റൂമിലൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, ഒരു പ്ലെയിൻ റൂം തന്നെയാണ്. അപ്പോൾ റൂം വെറുതെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് വേഗം പുറത്തിറങ്ങിയിട്ട് ബാൽക്കണി പോവാം. ബാൽക്കണിയിലാണ് ഇവിടുത്തെ അടുത്തൊരു അട്രാക്ഷൻ ഉള്ളത്. അപ്പോൾ ബാൽക്കണിയിൽ തുറന്ന് കാണിച്ചു തരാം. ബാൽക്കണിയിലുള്ളത് നല്ലൊരു ഊഞ്ഞാലാണ്. നമ്മളിവിടെ മുട്ടൂഞ്ഞാൽ എന്ന് അതിന് പറയാം കേട്ടോ. നിങ്ങൾ എന്താ പറയാമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതൊരു മഞ്ഞ മുട്ടൂഞ്ഞാലാണുള്ളത്. അപ്പോൾ അതിലൊക്കെ കുറച്ച് നേരം ഇരുന്ന് ആടി നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. കുറച്ച് നേരം ഇങ്ങനെ വെറുതെ നോക്കിയൊക്കെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഇവിടെ മുകളിൽ കാണിക്കാനുള്ളത് ടെറസാണ്, ഓപ്പൺ ടെറസ്. അപ്പോൾ അതുകൂടി ഒന്ന് കാണിച്ചു തരാം. ഓപ്പൺ ടെറസിൽ കാര്യമായിട്ടൊന്നുമില്ല, അതിങ്ങനെ വെറുതെ അതിൻ്റെ മുകളിലേക്കൊരു വീണ്ടും ഒരു കോണി പോകുന്നുണ്ട്, അവിടേക്ക് കയറിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഈ വീട്ടിൻ്റെ ഓപ്പൺ ടെറസ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫുൾ വ്യൂ ഒന്ന് കാണണ്ടേ. ഇതാണ് ഈ വീട്ടിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട